ഹായ് ഫ്രണ്ട്സ്, കല്യാണ വീട്ടിൽ പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നതാണ് ഇക്കായ അനിയന്മാരെയും കാത്ത്. അങ്ങനെ അവിടെ വന്നപ്പോൾ തന്നെ ചായയും ഒരു കടിയൊക്കെ കഴിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഒരു കുട്ടി സബ്സ്ക്രൈബർ ഓടി വരുന്നുണ്ട്. പിന്നെ നേരെ ഫുഡ് അടിക്കാൻ പോവുകയാണ്. നല്ല ചിക്കൻ കറിയും ബറോട്ടയൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്കും പയ്യന്റെ വീട്ടിൽ നിന്ന് മൈലാഞ്ചി ഇടാൻ വേണ്ടി ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അവരിറങ്ങുമായിരുന്നു. അങ്ങനെ പെണ്ണിന് ബൈ ബൈ ഒക്കെ പറഞ്ഞ് അവര് യാത്ര പറയുകയാണ് ഗൈസ്. നമ്മൾ പിന്നെ വന്നപ്പോൾ ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാക്കി ടീമുകളൊക്കെ പോകാൻ വേണ്ടി ഇറങ്ങി. കാര്യം നാളെ രാവിലെ എല്ലാവർക്കും ഉറക്കണീച്ച് നേരത്തെയൊക്കെ കല്യാണത്തിന് വരണ്ടേ. അങ്ങനെ നൗഫിയുടെ കുട്ടിപ്പട്ടാളമൊക്കെ ടാറ്റ പറയുകയാണ്. അങ്ങനെ എല്ലാവരും ബൈ ബൈ പറഞ്ഞ് പിരിയാൻ വേണ്ടി പോവുകയാണ്. നാളെ ഓഡിറ്റോറിയത്തിൽ വെച്ച് കാണാന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും ടാറ്റയും കൊടുത്ത് പറഞ്ഞു വിടാണ്. അങ്ങനെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് പെണ്ണിന്റെ കൂടെ നിന്ന് ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി മാമിമാരുടെ കലാപരിപാടിയാണ് കാണാൻ പോകുന്നത്. എന്റെ കയ്യിൽ പരീക്ഷിക്കാൻ അങ്ങനെ സജീനാമിയുടെ കഴിവാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അടുത്തത് സജീനാമി തളർന്നു പോയി. ഐഷത്വാമിയാണ് ഇടുന്നത്. എന്തൊക്കെ കാക്രി മൂക്രി വരച്ചു, കൈ വെച്ചു കൊടുക്കാൻ ഉമ്മായി. പിന്നെ അവരെല്ലാം ഒരേ വൈബായതുകൊണ്ട് പ്രശ്നമില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ പിള്ളേർ സെറ്റെല്ലാം ഡാൻസ് പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഒരു സൈഡിൽ മാറി ഇരുന്നങ്ങ് വീഡിയോ എടുത്തു. അങ്ങനെ എല്ലാവരും ഡാൻസ് കളിക്കാനുള്ള പരിപാടി നിൽക്കുകയാണ്. കോമഡി എന്തെന്ന് വെച്ചാൽ ഒരു പാട്ട് സെറ്റാക്കിയില്ല, ചുമ്മാ. പിന്നെ ഇക്ക പാട്ടൊക്കെ സെറ്റാക്കി കൊടുത്തു. അപ്പോഴത്തേക്കും എനിക്ക് അടുത്ത കുരുട്ടിനെ കിട്ടി. ഇഷ്ടം പോലെ കുരുട്ടുകളുണ്ട് ഇവിടെ. അങ്ങനെ അവർ അവസാനം ഡാൻസ് കളിക്കാൻ പോവാണ്. ആദ്യം ജസ്റ്റ് ഒന്ന് ഫ്ലോപ്പായി, പിന്നെ സെറ്റായി. കോമഡി എന്തെന്ന് പറഞ്ഞാൽ ഇവർ ഡാൻസ് കളിക്കുമ്പോൾ പെണ്ണില്ല. പെണ്ണ് അവിടെ ഇരുന്ന് കാണുകയാണ്. ഒരു കാണിയായിട്ട് നമ്മളെ കൂടെ അവിടെ ഇരുന്ന് കാണുന്നുണ്ട്. പിന്നെ അവരെല്ലാവരും നല്ലോണം ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഒരു വൈബാണല്ലോ. അങ്ങനെ ഡാൻസ് ഒക്കെ കഴിയാറായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മണവാട്ടി. നേരത്തെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. അൻസീത്തോടെ ഏറ്റവും ഇളയ കുരുട്ടാണ് ഇത് അവിടെ ഇരിക്കുന്ന. കുറച്ചു നേരമൊക്കെ എൻ്റെ അടുത്തിരുന്ന് പിന്നെ കരയിന് എല്ലാവർക്കും ബൈ ബൈ ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മൾ വീട്ടിൽ പോകാൻ പോവുകയാണ്. നെക്സ്റ്റ് പാർട്ട് ഉടനെ വരുന്നതായിരിക്കും.